ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെത്തും. നിരവധി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ജനാധിപത്യത്തിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം വളരെ വലുതെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് സെൻസസ് പ്രാരംഭ നടപടികൾക്ക് തുടക്കമായി. സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്തെ നിപ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ന്യൂസിലൻഡിൽ നടക്കുന്ന വനിതകളുടെ FIH ഹോക്കി നേഷൻസ് കപ്പിൽ ഇന്ത്യ സെമിഫൈനലിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ എത്തും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന സെഷനിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയോടനുബന്ധിച്ച് കാനഡ, UK എന്നീ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരുമായും UAE പ്രസിഡന്റുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ജനാധിപത്യത്തിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം വളരെ വലുതെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. മൈ ഭാരത് സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരിപാടിയിൽ കോഴിക്കോട്ട് നിന്നുള്ള അലീഷ അനിൽ, ശിവാനി M, കണ്ണൂർ സ്വദേശിനി ദേവിക K എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്ത് സെൻസസ് പ്രാരംഭ നടപടികൾക്ക് തുടക്കമായി. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന സെൽഫ് എന്യൂമറേഷൻ സംവിധാനം 15 ദിവസം ലഭ്യമാകും. se.census.gov.in പോർട്ടൽ വഴി വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഇവ ജൂലൈ 1 മുതൽ ആരംഭിക്കുന്ന ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. സംശയ നിവാരണത്തിനായി 1855 എന്ന ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ സജ്ജമാക്കിയിട്ടുണ്ട്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക് ഭവനിൽ സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി. സെൻസസ് 2027 രാഷ്ട്ര വികസനത്തിൽ ഏറെ നിർണായകമാണെന്ന് ഗവർണർ പറഞ്ഞു. എല്ലാ ജനങ്ങളും സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകണമെന്നും ഗവർണർ അഭ്യർത്ഥിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ പ്രതിരോധ നടപടികൾ ഊർജിതം. ഇതുവരെ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിരീക്ഷണത്തിനായി എത്തിയ കേന്ദ്ര സംഘം പ്രദേശത്ത് സന്ദർശനം തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. കോഴിക്കോട് ജില്ലയിൽ നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരാണുള്ളത്. നിപ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്ര സംഘം ഇന്നലെ രോഗബാധിതൻ ആദ്യം ചികിത്സ നേടിയ ഫറോക്കിലെ സ്വകാര്യ ആശുപത്രിയിൽ സന്ദർശനം നടത്തിയിരുന്നു. മെഡിക്കൽ കോളേജിൽ നിലവിൽ ചികിത്സയിലുള്ള നിപ രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണ്. നിലവിൽ ആകെ 6 പേരാണ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ളത്. സമ്പർക്ക പട്ടികയിലുണ്ടായിരുന്ന ഒരു ആരോഗ്യ പ്രവർത്തകരുടെ സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ 46 വീടുകളിൽ ആരോഗ്യ പ്രവർത്തകർ സന്ദർശിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വീണ്ടും ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് ഫറോക്കിൽ 8 വയസ്സുകാരന് രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോടും കണ്ണൂരും ഇന്നലെയും 2 കുട്ടികൾക്ക് വീതം ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. ആരോഗ്യ ഭക്ഷ്യ സുരക്ഷാ വകുപ്പുകളുടെ മുൻകരുതൽ നടപടികൾ ശക്തമായി തുടരുകയാണ്. ഈ വർഷം ഇതുവരെ 5 പേരാണ് ഷിഗല്ല ബാധിച്ച് മരിച്ചത്. സംസ്ഥാനത്തെ നിപ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇന്ന് നടന്ന യോഗത്തിൽ പകർച്ചവ്യാധികൾ തടയാനുള്ള മാർഗങ്ങൾ വിദഗ്ധരുമായി ചർച്ച ചെയ്തതായി അദ്ദേഹം പറഞ്ഞു. ഇതിനായി ഉന്നതാധികാര സമിതി രൂപീകരിക്കാൻ തീരുമാനമായതായും ജാഗ്രത ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് ഈ മാസം 22 വരെ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. പരീക്ഷാ അട്ടിമറികളും തട്ടിപ്പുകളും തടയുന്നതിന്റെ ഭാഗമായാണ് നടപടി. വിദ്യാർത്ഥികളുടെ താൽപര്യം മുൻനിർത്തി പരീക്ഷ സുരക്ഷിതമായി നടത്താൻ ഈ നടപടികൾ സഹായിക്കുമെന്ന് NTA വ്യക്തമാക്കി. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ 24 മണിക്കൂറിനുള്ളിൽ 10 ലക്ഷത്തിലധികം പേർ ഡൌൺലോഡ് ചെയ്തതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. എല്ലാ പരീക്ഷാർത്ഥികൾക്കും കൃത്യസമയത്ത് അഡ്മിറ്റ് കാർഡുകൾ ലഭിക്കുമെന്ന് NTA ഉറപ്പു നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ന്യൂസിലൻഡിൽ നടക്കുന്ന വനിതകളുടെ FIH ഹോക്കി നേഷൻസ് കപ്പിൽ ഇന്ത്യ സെമി ഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടർ ഫൈനലിൽ ജപ്പാനെ 1-2 ഗോളിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. അതേസമയം പുരുഷന്മാരുടെ FIH ഹോക്കി പ്രോ ലീഗിൽ ഇന്ത്യ നാളെ ജർമ്മനിയെ നേരിടും. ലോകകപ്പ് ഫുട്ബോളിൽ ആരാധകർ ഏറെയുള്ള മത്സരങ്ങൾക്ക് ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. I ഗ്രൂപ്പിൽ അർദ്ധരാത്രി 12:30 ഫ്രാൻസ് സെനഗലുമായി ഏറ്റുമുട്ടും. പുലർച്ചെ 3:30 ഇറാഖ് നോർവേ പോരാട്ടം. J ഗ്രൂപ്പിൽ രാവിലെ 6:30 അർജന്റീന അൾജീരിയയെ നേരിടും. മൂന്നാർ വന്യജീവി ഡിവിഷനിൽ 11 പുതിയ ജീവിവർഗ്ഗങ്ങളെ കൂടി കണ്ടെത്തി. വനം വന്യജീവി വകുപ്പും ട്രാവൻകൂർ നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റിയും സംയുക്തമായി നടത്തിയ ജന്തുജാല സർവേയിലാണ് പുതിയ കണ്ടെത്തൽ. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. മൂന്നാർ വന്യജീവി ഡിവിഷന്റെ പരിധിയിൽ വരുന്ന സംരക്ഷിത പ്രദേശങ്ങളിലെ അസാധാരണമായ ജൈവവൈവിധ്യ മൂല്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് പുതിയ സർവേ ഫലം. അപൂർവമായി മാത്രം കാണപ്പെടുന്ന കോമൺ സ്വിഫ്റ്റ് എന്ന പക്ഷിയെ കണ്ടെത്തിയതോടെ മൂന്നാറിലെ ആകെ പക്ഷിവർഗ്ഗങ്ങളുടെ എണ്ണം 263 എത്തി. ഓക്കിലച്ചമ്പൻ, കുഞ്ഞിവരയൻ കോമാളി, ഓർക്കിഡ് നീലി എന്നീ ചിത്രശലഭങ്ങളെ കണ്ടെത്തിയതോടെ ഇവിടുത്തെ ആകെ ശലഭങ്ങളുടെ എണ്ണം 260 ഉയർന്നു. ഇതോടെ ചിത്രശലഭ വൈവിധ്യത്തിൽ കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ മേഖലകളിലൊന്നായി മൂന്നാർ വീണ്ടും മാറിയിരിക്കുകയാണ്. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന പാറമുത്തൻ കടുവ, നീലഗിരി നഖവാലൻ, ആനമല നിഴൽത്തുമ്പി ഉൾപ്പെടെ 7 പുതിയ തുമ്പികളെയും സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 21 യോഗാ ദിനാചരണം. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ യോഗാ ദിനത്തിന്റെ പ്രമേയം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. ടൂത്ത്പേസ്റ്റ് കമ്പനിയായ കോൾഗേറ്റിനെതിരെ 3 വർഷത്തെ നിയമ പോരാട്ടം നടത്തി വിജയിച്ച് ആറന്മുള സ്വദേശി. ഓഫർ എന്ന പേരിൽ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചതിനെതിരെ മനീഷ് നായർ എന്ന വ്യക്തി നടത്തിയ പോരാട്ടം രാജ്യവ്യാപകമായി ശ്രദ്ധ നേടുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി GS ശ്രീധർ. 3 വർഷം മുൻപ് തിരുവല്ലയിൽ നിന്നും വാങ്ങിയ 120 ഗ്രാമിന്റെ 2 ടൂത്ത് പേസ്റ്റ് അടങ്ങിയ കോംബോ പാക്കറ്റിന് ഓഫർ എന്ന പേരിൽ ഉപഭോക്താക്കളെ കബളിപ്പിച്ച കമ്പനിക്കെതിരെയാണ് പത്തനംതിട്ട ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത്. കോംബോ ടൂത്ത് പേസ്റ്റ് കവറിൽ 10 രൂപ ഓഫർ എന്ന് രേഖപ്പെടുത്തുകയും MRP 320 രൂപ എന്ന് എഴുതുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതേ കടയിൽ നിന്നും ഇതേ ബ്രാൻഡിന്റെ 120 ഗ്രാമിന്റെ സിംഗിൾ പാക്കറ്റിന് 150 രൂപ മാത്രമായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. അധികമായി ഈടാക്കിയ തുക തിരികെ നൽകാനും നഷ്ടപരിഹാരവും കോടതി ചെലവും ഉൾപ്പെടെ 10,020 രൂപ നൽകാനും കോടതി വിധിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 358 പോയിന്റ് ഉയർന്ന് 76,621-ലും നിഫ്റ്റി 81 പോയിന്റ് നേട്ടത്തിൽ 23,932-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 1,11,000 രൂപയും ഗ്രാമിന് 13,875 രൂപയുമാണ് ഇന്നത്തെ വില. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് MD ശശിധരൻ കർത്തയുടെ ഭാര്യ, മകൻ എന്നിവർ ചോദ്യം ചെയ്യലിനായി കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരായി. ഇന്നലെ ശശിധരൻ കർത്തയുടെ മകളെയും ചോദ്യം ചെയ്തിരുന്നു. എക്സാലോജിക് കമ്പനി മേധാവി വീണയോടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. യാത്രീ സുവിധാ ദിവസ് ആഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷദ്വീപിലെ ഏക വ്യോമയാന കേന്ദ്രമായ അഗത്തി വിമാനത്താവളത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ശുചീകരണ ജീവനക്കാരെയും വ്യോമയാന മേഖലയിലെ വനിതാ ജീവനക്കാരെയും ചടങ്ങിൽ ആദരിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ നടീൽ, സൌജന്യ ആരോഗ്യ പരിശോധനാ ക്യാമ്പ് തുടങ്ങിയവയും സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലയ്ക്ക് ഇന്ന് 57 വയസ്സ്. കോഴിക്കോട് ജില്ലയിലെ ഏറനാട്, തിരൂർ താലൂക്കുകളും പാലക്കാട് ജില്ലയിലെ പെരിന്തൽമണ്ണ, പൊന്നാനി താലൂക്കുകളും സംയോജിപ്പിച്ചുകൊണ്ട് 1969 ജൂൺ 16 മലപ്പുറം ജില്ല രൂപീകൃതമായത്. അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ അരുവിക്കര ജലശുദ്ധീകരണശാലയുടെ പ്രവർത്തനം ഇന്ന് 1 മണിവരെ തടസ്സപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെത്തും. നിരവധി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ജനാധിപത്യത്തിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം വളരെ വലുതെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു.
സംസ്ഥാനത്ത് സെൻസസ് പ്രാരംഭ നടപടികൾക്ക് തുടക്കമായി സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്തെ നിപ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ന്യൂസിലൻഡിൽ നടക്കുന്ന വനിതകളുടെ FIH ഹോക്കി നേഷൻസ് കപ്പിൽ ഇന്ത്യ സെമി ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.